പൊന്നാരച്ചങ്കളെ ഈ കാണുന്ന ചൈത്രവാഹിനി പുഴയാണ്. അതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ കാണുന്ന ഒരു 48 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അതും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഫാം ഹൗസ് ലൈസൻസോട് കൂടിയിട്ടുള്ള സ്ഥലം. അത് എന്താക്കണം നിങ്ങൾ നോക്കിയാണ് നിങ്ങള് പുഴയോരം ടൊഡി ഷോപ്പ് ആൻഡ് ഫാമിലി റെസ്റ്റോറന്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അത് എന്താക്കണം മലയോര ഹൈവേ മാലോം ചെറുപുഴ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ലീസിനോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക്. അപ്പളേ നമ്മളെ ഒരു സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ ഇതാക്കണേ ബളാൽ ഗ്രാമപഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് കേട്ടോ. അതുപോലെ നമുക്ക് വില്ലേജ് വരുന്ന മാലോം വില്ലേജിലും പെട്ട സ്ഥലമാണ്. വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കാണുന്നതാണ് സ്ഥലം. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ മൊത്തത്തിലൊന്ന് പോയിട്ട് നോക്കാം. നമുക്ക് പോയി നോക്കാം. നമ്മള് പ്ലോട്ടിനകത്തോട്ട് പോകാൻ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്ന് നമുക്ക് ഇതിൽ നടന്ന് ഇറങ്ങി ചെല്ലാനുള്ള വഴിയുണ്ട്. അതുപോലെ നമുക്ക് വണ്ടിയായിട്ട് ചെല്ലാൻ അപ്പുറത്ത് വേറെ വഴിയുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണം ഈ കാണുന്ന റെസ്റ്റോറന്റ് ഒരുവിധം എല്ലാവർക്കും അറിയണം. നമ്മൾ കാസർഗോഡുകാർക്കും കണ്ണൂർക്കാർക്കൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയണതാണ് ഈ കാണുന്ന റെസ്റ്റോറന്റ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഭക്ഷണം കഴിക്കാനെല്ലാം വരുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് ഇതിലൊന്ന് നടന്ന് ഇറങ്ങി പോയി നോക്കാം. ഇതിലാണ് നമ്മൾ ഇറങ്ങി പോകേണ്ട വഴി എന്നല്ലേ. അപ്പൊ ഇതിലൊന്ന് പോയിട്ട് നമുക്ക് കാണിക്കാട്ടോ. നമ്മൾ ഈ റെസ്റ്റോറന്റിനോട് ചേർന്ന് നമുക്ക് ഇതിലാണ് ഇറങ്ങി ചെല്ലേണ്ടത്. ഉണ്ടല്ലേ ഇതാക്കണേ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം കേട്ടോ. നല്ല കിടിലം വൈബുള്ള സ്ഥലമാണ്. അത് നോക്കുകയാണെങ്കിൽ പുഴയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇത് കണ്ടില്ല നിങ്ങൾ. ഇനി നമുക്ക് അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് നമുക്ക് വണ്ടിയായിട്ട് വരാനുള്ള വഴി അവിടെയാണുള്ളത്. അപ്പൊ ഞാൻ അതിൽ പോയിട്ട് ആ വഴിയും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞു കേട്ടോ. ഒന്നും തെറ്റല്ല. ഇതാക്കണം ഈ കാണുന്ന നമ്മളെ കാഞ്ഞങ്ങാർന്ന് വരുന്ന റോഡാണ്. കാഞ്ഞങ്ങാർന്ന് ഏകദേശം 44 കിലോമീറ്റർ ദൂരമുള്ളൂ ഇങ്ങോട്ട്. ഈ റോഡ് നേരെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊന്നക്കാട് പോണ റോഡാണ് കേട്ടോ. കൊന്നക്കാടിന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ നമുക്ക് ഇത് പറമ്പ ജംഗ്ഷനാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെറുപുഴയ്ക്ക് പോണ റോഡാണ്. അങ്ങോട്ട് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പുഴയ റെസ്റ്റോറന്റ് ഇതാക്കുന്ന വളവ് തന്നെ അവിടെ തന്നെയാണുള്ളത് കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പൊ നമ്മള് പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടി നമുക്ക് ഇതിലെ പോയി നോക്കാം. നമുക്ക് വണ്ടിയെല്ലാം പോണ വഴി ഇതാക്കണേ അവിടെയാണുള്ളത്. അവിടെ ആ കാണുന്ന പോസ്റ്റിന്റെ അവിടെ അങ്ങോട്ട് താഴോട്ടുള്ള റോഡിനാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയാണ് ഈ കാണുന്ന ടാറിങ് റോഡ് വന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാക്കണം ഈ കാണുന്ന റോഡിനാണ് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടത് കേട്ടോ. ഏത് വാഹനങ്ങൾ വേണേലും ചെല്ലാൻ സൗകര്യത്തിനുള്ള വലിയ റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ റിസോർട്ട്, ഹോം സ്റ്റേ, വില്ല, അതുപോലെ ടെന്റ് സ്റ്റേ ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ കിടിലം കിടുക്കാച്ച് മുതലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ചുറ്റുപാടും ഇവിടെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു കിടിലൻ ഏരിയ ആണ് കേട്ടോ. ഇനി നമുക്ക് ആ സ്ഥലത്തിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഒന്ന് കാണാം. അപ്പൊ ചങ്കളെ ഇതാക്കണേ ഇതാണ് നമ്മളെ സ്ഥലത്തിന്റെ അതിരിട്ടോ. ഇനി ഇവിടെ അങ്ങോട്ട് കിടക്കാണ്. ചുറ്റുഭാഗം ബൗണ്ടറി എല്ലാം ഇതേപോലെ തിരിച്ചിട്ടേക്കുന്ന സ്ഥലം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഫുള്ള് പച്ചപ്പായി കിടക്കാൻ കേട്ടോ. നമ്മളെ പ്ലോട്ടിനകത്തോട്ടും കൂടെ വന്ന് നിൽക്കുകയാണ്. ഈ കാണത്തൊക്കെ ഫുള്ള് വാഴയാണ് ഈ നട്ടു പിടിപ്പിച്ചേക്കണത് കണ്ടില്ലേ. പിന്നെ ഇങ്ങോട്ട് നോക്കി ഇതൊക്കെ മാവും തൈ ആയിക്കാണ്. ഏകദേശം 20ഓളം വെറൈറ്റി മാവും തൈകളല്ലേ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതേമാതിരി ഇതാക്കണേ ഈ കാണുന്നത് നോക്കിയാണെങ്കിൽ മരം മുന്തിരിയാണ് ഈ കാണുന്നത്. ഇങ്ങനെ കുറെ പലതരം വെറൈറ്റി ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാക്കണം ഈ കാണുന്നത് റംബൂട്ടാന്റെ ആണ് ഈ കാണുന്ന തൈ. അതേമാതിരി ഇതാക്കണം ഇനി ഇവിടെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാണെങ്കിൽ നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെന്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അതെ. ഇനി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വേറെ വെറൈറ്റി ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ സ്റ്റാർ ഫ്രൂട്ടിന്റെ അങ്ങനത്തെ ഒക്കെ തൈകളാണ് ഈ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. കുറെ ഉണ്ട്. ഇതൊക്കെ പൂത്ത് തുടങ്ങി. ഇനി ഇതൊക്കെ വലിയതായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കോട്ടേജ് ഒക്കെ ആക്കി ഹൈറ്റിൽ കോട്ടേജ് ഒക്കെ ആക്കാം. അതിന്റെ മരത്തിന്റെ ഒക്കെ താഴെ നമുക്ക് കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ആക്കാം. അങ്ങനത്തെ ഒക്കെ അതിനൊക്കെ ആ ഒരു പറ്റിയ സെറ്റപ്പിന് പറ്റിയ കിടിലം കിടക്കാച്ച കായുള്ള ആൾക്കാരെ കയ്യിൽ ഈ മുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഓൽക്ക് കായ് ഉണ്ടാക്കാൻ അറിയും. അങ്ങനെയുള്ള നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും കായുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഓൽക്ക് നമ്മൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കണ്ട് വിട്ടോളിട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്നും അല്ല കാണാനുള്ളത് കിടിലം കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെ പറമ്പിന്റെ എൻഡിൽ അവിടെ അതിനോട് ചേർന്ന് 32 മീറ്ററോളം നമുക്ക് പുഴേന്റെ സൈഡ് കിട്ടും. നമുക്ക് അതെ പുഴേനോട് ചേർന്ന് കിടക്കണം സ്ഥലം വരി നമുക്ക് അവിടെ പോയി നോക്കാത്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണ് ഈ ഒരു ഭാഗത്ത് കണ്ടില്ല നിങ്ങൾ ഫുള്ള് ലെവൽ അടിച്ചിട്ടേക്കാണ് സ്ഥലം. മൊത്തത്തില് ലെവലാക്കിയിട്ടേക്കാണ്. ഇപ്പൊ ഈ ഒരു ഭാഗത്താണ് ഫസ്റ്റ് കോട്ടേജുകൾ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റപ്പാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു സ്ഥലം എടുക്കാൻ വേണ്ടി നിങ്ങൾ ബാംഗ്ലൂരിനൊക്കെയാണ് വരുന്നത് നോക്കണമെങ്കിൽ 343 കിലോമീറ്റർ ദൂരമുള്ളൂ ഇങ്ങോട്ട്. അതേപോലെ നിങ്ങൾ എറണാകുളത്ത് നിന്നൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഒരു 355 കിലോമീറ്ററും പിന്നെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊക്കെയാണെങ്കിൽ 77 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സൈഡ് പുഴ. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണ് ഈ ഭാഗത്തെല്ലാം ഫുള്ള് 20ഓളം വെറൈറ്റി ആയിട്ടുള്ള മുളകളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല
തണുപ്പാണ്. എല്ലാം നന്നായിട്ട് വളരുകയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുത്ത ഒരു കാലാവസ്ഥ കേട്ടോ. എന്താ പറയുക, ചൂടൊന്നുമില്ല, ഉച്ച സമയമാണ്, ചൂടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാക്കണം, ഇതിലാണ് നമുക്ക് പുഴയിലോട്ട് ഇറങ്ങേണ്ട വഴി. ഇതാക്കണം, ഇതിലാണ് ഇറങ്ങേണ്ടത്. അതിൻ്റെ സൈഡെല്ലാം ഫുള്ള് നല്ല സ്ട്രോങ്ങിലാണ് കെട്ടിയിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വരും, നമുക്ക് പുഴയിലോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കാണിക്കട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള മോട്ടോർ വരെയാണ് ഈ കാണുന്നത്. ഇതാണ്, ഇത് മോട്ടോർ വരെയാണ് കേട്ടോ. നിലവിൽ ഇപ്പോൾ കറണ്ട് കണക്ഷൻ ഉള്ളതാണ്. അതെ. പിന്നെ ഇതാ ഇനിയിപ്പോൾ ഒരു റിസോർട്ടോ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങുമ്പോൾ ആ ഒരു ഏരിയയിൽ വെള്ളം കിട്ടുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ വെള്ളമാണ് കാണുന്നത് ഇഷ്ടം പോലെ. നമ്മൾ മെയിനായിട്ട് നോക്കുക വെള്ളത്തിന്റെ സൗകര്യം അല്ലേ? അതെ, അതും കിണർ, നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. അതിന് ചുറ്റുഭാഗം ഫുള്ള് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് മുള നന്നായിട്ട് തിങ്ങി വളർന്നതായിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പം നിലവിൽ നമ്മൾ ഈ ഒരു സ്ഥലത്തിന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഫാം ഹൗസിനുള്ള ലൈസൻസ് എല്ലാം കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതാക്കണം, ആ കാണുന്ന നമ്മളെ പുഴയോര റെസ്റ്റോറന്റ് ആണ് ആ കാണുന്നത് കേട്ടോ. നേരത്തെ കണ്ടത്. പിന്നെ ഇതാക്കണം, മേലെ കാണുന്നത് ബസ് റൂട്ടുള്ള റോഡാണ്. ഇപ്പൊ നമ്മള് നേരത്തെ കണ്ട റോഡ് അല്ലേ? നമ്മളെ ചെറുപുഴ റൂട്ടാണ് ഇപ്പൊ ആ കാണുന്നത് കേട്ടോ. അപ്പൊ കാറ്റടിക്കുന്ന നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റ്. പൊന്നാര ചങ്കളെ നമ്മളെ ചൈത്രവാഹിനി പുഴയാണ് ഈ കാണുന്നത് കേട്ടോ. വേനൽക്കാലത്തും ഇതേപോലെ വെള്ളം ഉണ്ടാകും, അതേപോലെ തന്നെ നമുക്ക് മഴക്കാലത്തും ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും കേട്ടോ. അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾ നമ്മൾ ഈ ഒരു സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു റിസോർട്ടോ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങാന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ടൗണിലൊക്കെ ജീവിച്ച് മടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഈ ഒരു സ്ഥലത്തൊരു റിസോർട്ട് അതുപോലെ കോട്ടേജുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരികയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള പുഴയോര റെസ്റ്റോറൻ്റാണ് ആ കാണുന്നത്. അപ്പോൾ അവിടേക്കൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലേൻ്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾക്ക് ഇതിനകത്ത് മുതലാക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല വൈബുള്ള നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. കിടിലൻ ആംബിയൻസ്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മഴക്കാലത്ത് അതിലൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. ഇങ്ങോട്ട് മേലേക്കൊക്കെ വെള്ളം കയറും കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പുമേലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെള്ളത്തിലോട്ടൊക്കെ കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് കാലൊക്കെ ആട്ടി ഇങ്ങനെ കളിച്ചിരിക്കുക, അതുപോലെ ചൂണ്ടയിട്ട് മീനെ പിടിച്ചിങ്ങനെ ഇരിക്കാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആ ഒരു ഇതിനൊക്കെ പറ്റിയ നല്ല രസമുള്ളൊരു കിടിലൻ സ്പോട്ടാട്ടോ. അതും പുഴയോട് ചേർന്ന് കിടക്കണ സ്ഥലം. അങ്ങനെ എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടോ? കിടുവാണ്, കിടു. വൈബുള്ള സ്ഥലം അല്ലേ? അപ്പൊ സ്ഥലമൊക്കെ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ പറമ്പ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം മൊത്തമായിട്ട് വേണമെങ്കിൽ മൊത്തമായിട്ട് കൊടുക്കും, അതല്ലെങ്കിൽ ലീസിന് വേണമെങ്കിൽ ഇത് നടത്തിപ്പിന് വേണമെങ്കിൽ അങ്ങനെ ഇതിൻ്റെ ഓണർ കൊടുക്കാൻ റെഡിയാണ് കേട്ടോ. മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിന് സെൻറ്റിന് ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 1,60,000 രൂപയാണ് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് അത് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിട്ടിലും പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ ഇതേപോലെ റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.